റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉത്തര കൊറിയ സന്ദർശിച്ചതും ഏകാധിപതി കിം ജോങ് ഉന്നുമായി കൂടിക്കാഴ്ച നടത്തിയതുമെല്ലാം ലോക ശ്രദ്ധ നേടി. 24 വർഷത്തിന് ശേഷമാണ് ഒരു റഷ്യൻ ഭരണാധികാരി ഉത്തര കൊറിയ സന്ദർശിച്ചത്. അതായിരുന്നു സന്ദർശനത്തിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രാധാന്യവും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാനമായ പങ്കാളിത്തം സംബന്ധിച്ച് ഇരു നേതാക്കളും ചർച്ച നടത്തി. റഷ്യൻ പ്രതിരോധ മന്ത്രിയും വിദേശകാര്യമന്ത്രിയും ഉപപ്രധാനമന്ത്രിയും സന്ദർശനത്തിൽ പുടിനോടൊപ്പം ഉണ്ടായിരുന്നു. പുടിൻ്റെ സന്ദർശനം ലോകരാഷ്ട്രങ്ങളെല്ലാം ഏറെ ആശങ്കയോടെയാണ് വീക്ഷിച്ചത്. 2023 ഒക്ടോബറിൽ കിം റഷ്യയിൽ സന്ദർശനം നടത്തിയിരുന്നു. റഷ്യയുടെ സൈനിക സാങ്കേതിക വിദ്യയും ആണവ മുങ്ങിക്കപ്പലും ലക്ഷ്യമിട്ടായിരുന്നു കിമ്മിൻ്റെ സന്ദർശനം. യുക്രൈനിൽ റഷ്യയ്ക്ക് ലഭ്യതക്കുറവുള്ള പടക്കോപ്പുകൾ ഉത്തര കൊറിയ പകരം നൽകുമെന്നും അന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഉത്തര കൊറിയ സന്ദർശിച്ച വേളയിൽ പുടിന് നായ്ക്കളെയാണ് കിം ജോങ് ഉൻ സമ്മാനിച്ചത്. പുങ്സാൻ ഇനത്തിലുള്ള ഒരു ജോഡി നായ്ക്കളെയാണ് കിം പുടിന് നൽകിയത്. പകരം പുടിന് സമ്മാനിച്ചത് ഒരു ആഡംബര കാറാണ്. ഈ കാറാണ് ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നത്. റഷ്യൻ നിർമ്മിത ആഡംബര കാറായ ഔറസ് സെനറ്റ് ലിമസീനാണ് പുടിൻ കിം ജോങ് ഉന്നിന് സമ്മാനിച്ചത്. പോങ്യാങ്ങിലെ കൊട്ടാരവളപ്പിലെ പൂന്തോട്ടത്തിലൂടെ കിമ്മും പുടിനും ഈ കാർ ഓടിച്ചു പോകുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ഈ കാറിന് ദക്ഷിണ കൊറിയൻ ബന്ധമുണ്ടെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. റഷ്യയിൽ നിർമ്മിച്ച ഈ കാറിൽ ഉപയോഗിച്ചിട്ടുള്ള പല സാമഗ്രികളും ദക്ഷിണ കൊറിയയിൽ നിന്നുള്ളതാണെന്നാണ് റോയിറ്റേഴ്സിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. കാറിലെ പ്രധാനപ്പെട്ട സെൻസറുകളും സ്വിച്ചുകളും മുതൽ ബോഡിയുടെ ലോകഭാഗങ്ങൾ വരെ ദക്ഷിണ കൊറിയയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഈ കാർ നിർമ്മിക്കുന്നതിനായി $3.4 കോടി സാധനങ്ങളാണ് റഷ്യ 2018-23 കാലത്ത് ഇറക്കുമതി ചെയ്തത്. ഇതിൽ $1.55 കോടി സാധനങ്ങൾ ദക്ഷിണ കൊറിയയിൽ നിന്നാണ് വാങ്ങിയത്. ഇന്ത്യ, ചൈന, തുർക്കി, യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്നും റഷ്യ ഇത്തരത്തിൽ വാഹന നിർമ്മാണ സാമഗ്രികൾ ഇറക്കുമതി ചെയ്തിരുന്നു. നേരത്തെ UN രക്ഷാസമിതി ഉത്തര കൊറിയയിലേക്കുള്ള ആഡംബര കാറുകളുടെ കയറ്റുമതി നിരോധിച്ചിരുന്നു. ഇതോടെയാണ് കാറുകൾക്കായി ഉത്തര കൊറിയ റഷ്യയെ ആശ്രയിച്ചു തുടങ്ങിയത്. റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിനാണ് പുടിൻ കിമ്മിന് കാർ സമ്മാനിച്ചത്. എന്നാൽ ഈ കാർ പുടിൻ്റെ ചതിപ്രയോഗമാണോ എന്ന ചർച്ചയാണ് ഇപ്പോൾ സജീവമാകുന്നത്. വിമാനത്തിൽ പോലും കയറാൻ പേടിയുള്ളയാളാണ് കിം ജോങ് ഉൻ. ട്രെയിനിലാണ് കിമ്മിൻ്റെ യാത്രകളെല്ലാം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ സന്ദർശിക്കാൻ കിം എത്തിയത് ബുള്ളറ്റ് പ്രൂഫ് ട്രെയിനിലാണ്. കിമ്മിൻ്റെ മുത്തച്ഛനും അച്ഛനുമെല്ലാം ട്രെയിനുകളിലാണ് സഞ്ചരിച്ചിരുന്നത്. കിമ്മിൻ്റെ മുത്തച്ഛൻ കിം ഇൽ സങ് വിയറ്റ്നാമിലേക്കും കിഴക്കൻ യൂറോപ്പിലേക്കുമെല്ലാം യാത്ര ചെയ്തത് ട്രെയിനിലായിരുന്നു. ഇവർ സഞ്ചരിക്കുന്ന ആഡംബര ട്രെയിനുകളിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. ബോംബ് ഭീഷണിയും മറ്റും പരിശോധിക്കുന്നതിനായി ട്രെയിൻ എത്തിച്ചേരേണ്ട സ്റ്റേഷനുകളിൽ കർശന പരിശോധനയും നടത്താറുണ്ട്. കിമ്മിൻ്റെ അച്ഛൻ കിം ജോങ് ഇൽ 1994 മുതൽ 2011 മരണം വരെ ഉത്തര കൊറിയയിലെ ഭരണാധികാരിയായിരുന്നു. ഇദ്ദേഹം വിമാനങ്ങളിൽ യാത്ര ചെയ്യാൻ ഭയപ്പെട്ടിരുന്നു. അതിനാൽ ട്രെയിനുകളിൽ മാത്രമായിരുന്നു യാത്ര. പുടിനുമായി കൂടിക്കാഴ്ച നടത്താൻ ഒരിക്കൽ കിം ജോങ് ഇൽ മോസ്കോയിലെത്തിയത് ട്രെയിനിൽ 10 ദിവസം യാത്ര ചെയ്തിട്ടാണ്. വിമാനയാത്ര പോലും ഭയക്കുന്ന കനത്ത സുരക്ഷയുള്ള ട്രെയിനുകളിൽ മാത്രം സഞ്ചരിക്കുന്ന കിം പുടിന് സമ്മാനിച്ച കാറിൽ സഞ്ചരിക്കാൻ ഒരു സാധ്യതയുമില്ലെന്ന നിരീക്ഷണവും ഉണ്ട്.